സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന ഒട്ടുമിക്ക കലാപ്രതിഭകളും പ്രതിസന്ധികൾ തരണം ചെയ്താണ് വേദിയിലേക്ക് എത്തുന്നത്. അങ്ങനെ ഒരാളാണ് കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശി ശ്രീലക്ഷ്മി. കുച്ചുപ്പിടിയാണ് ശ്രീലക്ഷ്മിയുടെ ജീവായുസ്. നൃത്തം പഠിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയാകുന്നു. പക്ഷേ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്കുള്ള വഴി ശ്രീലക്ഷ്മിക്കത്ര എളുപ്പമായിരുന്നില്ല. സബ് ജില്ലാ തലത്തിലും ജില്ലാ തലത്തിലും കുച്ചുപ്പിടി നർത്തകിക്കുണ്ടായ കടമ്പകളേറെ. സബ് ജില്ലാ കലോത്സവ വേദിയിൽ 2 തവണയാണ് ഈ 9ാം ക്ലാസ്സുകാരി കുഴഞ്ഞു വീണത്. ഇപ്പം ഈ കൊല്ലം ലങ്സിൽ ഇൻഫെക്ഷൻ വന്നു, കൗണ്ട് കൂടി. അങ്ങനെ സബ് ജില്ലയിൽ മത്സരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സ്റ്റേജിൽ തലകറങ്ങി വീണു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പ് ഇട്ടു, പിന്നും വന്ന് കളിച്ചു, പിന്നും വീണു. കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടാണ് എ ഗ്രേഡ് കിട്ടിയത്. ദിവസമുള്ള പ്രാക്ടീസ്, അത് ഡാൻസ് പഠിക്കുന്ന ഏതൊരു കുട്ടിക്കും ഒരു വലിയൊരു ആഗ്രഹം തന്നെയാണ് സ്റ്റേറ്റിൽ വരിക, എ ഗ്രേഡ് കിട്ടുക എന്നുള്ളത്. പിന്നീട് അപ്പീലിലൂടെ ജില്ലാ കലോത്സവത്തിലേക്കും തുടർന്ന് സംസ്ഥാന കലോത്സവത്തിലെ കുച്ചുപ്പിടി വേദിയിലും അരങ്ങ് തകർത്തു. കൂടെ പിന്തുണയുമായി നൃത്താധ്യാപകൻ ശബരീഷും. വേദിയിലേക്കെത്താൻ സാമ്പത്തികം തടസ്സമായപ്പോഴും ശ്രീലക്ഷ്മിക്ക് നൃത്താധ്യാപകൻ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് മുന്നോട്ട് വരികയാണെങ്കിൽ അങ്ങനെ, പക്ഷേ പലരും മടിക്കും, ഈ സാമ്പത്തിക പ്രശ്നം പറയാൻ മടിക്കും. പക്ഷേ ഞങ്ങൾ കണ്ടെത്തിയിട്ട് അതിനുള്ള പ്രോത്സാഹനം കുട്ടികൾക്ക് കൊടുക്കുക സാധാരണ ചെയ്യാറ്. കലോത്സവത്തിന് വരിക എന്ന് പറഞ്ഞാൽ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുറേ ആൾക്കാരങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്. ഞങ്ങളത് കണ്ടെത്തിയിട്ട് ഓരോ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാറുണ്ട്. സെൻട്രൽ സ്റ്റേഡിയത്തിലെ കുച്ചുപ്പിടി വേദിയിൽ നിന്ന് മടങ്ങുമ്പോൾ ശ്രീലക്ഷ്മിക്ക് പറയാൻ കഥകളുണ്ട്. നൃത്തത്തിലൂടെ ലഭിച്ച ആത്മവിശ്വാസമുണ്ട്, സഹായിച്ച കരങ്ങളോടുള്ള നന്ദിയും. ശ്രീലക്ഷ്മി കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയത് വെറുതെയല്ല. നല്ലൊരു കലാകാരിയാണ്. അതോടൊപ്പം കുച്ചുപ്പിടിയിൽ എ ഗ്രേഡ് ഉണ്ട്, അതും കുറച്ചധികം കഷ്ടപ്പെട്ട്. ക്യാമറാമാൻ VS മനീഷിനോടൊപ്പം മേഘ്ന മുരളി, 24.